കരാറിൽ അവസാന മണിക്കൂറിൽ വീണ്ടും അനിശ്ചിതത്വം തുടരുന്നു. വെടിനിർത്തൽ വൈകുമെന്നാണ് ആശങ്ക. ബന്ദികളുടെ ലിസ്റ്റ് ഹമാസ് കൈമാറിയിട്ടില്ല. ബന്ദികളെക്കുറിച്ച് വ്യക്തത ലഭിക്കാതെ വെടിനിർത്തൽ ആരംഭിക്കില്ല എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. അനുപമ ശ്രീദേവിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അനുപമ, എന്തുകൊണ്ടാണ് ഈ ബന്ദികളുടെ ലിസ്റ്റ് കൈമാറുന്നതിൽ ഒരു പ്രതിസന്ധി? 15 മാസക്കാലത്തെ യുദ്ധം അവസാനിക്കുമെന്നും താൽക്കാലിക വിരാമമെങ്കിലും ഉണ്ടാകുമെന്നും ഉള്ള റിപ്പോർട്ടുകൾ, പ്രത്യാശ അവസാന ഘട്ടത്തിൽ അവസാനിക്കുകയാണ്. കാരണമായി ഇസ്രയേൽ ചൂണ്ടിക്കാണിക്കുന്നത് ഹമാസിൽ നിന്നുള്ള കരാർ ലംഘനമാണ്. കരാർ ലംഘനം എന്ന് പറയുമ്പോൾ ഇന്ന് വെടിനിർത്തലിൻ്റെ ആദ്യ ദിനം കൈമാറേണ്ടിയിരുന്ന 3 ബന്ദികളുടെ വിവരങ്ങൾ ഇതുവരെ ഹമാസ് കൈമാറിയിട്ടില്ല. ഈ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് 12 മണിക്കൂർ മുൻപെങ്കിലും, 24 മണിക്കൂർ എന്നാണ് കരാർ വ്യവസ്ഥയിൽ പറയുന്നത്, 12 മണിക്കൂർ മുൻപെങ്കിലും ഈ വിവരങ്ങൾ കൈമാറണമെന്നാണ് കരാറിൽ വ്യവസ്ഥയായി പറയുന്നത്. ഈ കരാർ ലംഘനം നടത്തിയെന്ന് ആരോപിച്ചാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ കരാർ ലംഘനത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ വെടിനിർത്തൽ വൈകുമെന്ന നിലപാടെടുത്തിരിക്കുന്നത് ഇസ്രയേൽ. കരാർ ലംഘനത്തിൻ്റെ കരാർ പ്രാബല്യത്തിൽ വരാനിരുന്നത് അന്താരാഷ്ട്ര സമയം പകൽ 6:30 അത് ഇന്ത്യൻ സമയം 12 മണിയാണ്. അതായത് ഇപ്പോൾ കരാർ പ്രാബല്യത്തിൽ വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഈ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ബന്ദികളുടെ വിവരം കൃത്യമായി ലഭിക്കുന്നത് വരെ കരാർ നടപ്പിലാക്കില്ലെന്ന് അറിയിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇതുവരെയും ഹമാസ് ലിസ്റ്റ് കൈമാറിയിട്ടില്ലെന്ന് വിവരം വരുന്നതോടെ ഇനിയും ഈ വെടിനിർത്തൽ വൈകുമെന്നുള്ള സൂചനയാണ് വരുന്നത്. ഈ കാലതാമസത്തിനായി ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാരണമെന്ന് പറയുന്നത് സാങ്കേതിക തടസ്സമുണ്ടെന്നാണ്. ഈ ഹമാസിൻ്റെ ഉന്നതാധികാരികളിൽ നിന്ന് ഈ കൈമാറേണ്ടിയിരിക്കുന്ന ബന്ദികളുടെ വിവരങ്ങളിൽ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. ഈ അംഗീകാരം ലഭിക്കുന്ന പക്ഷം മാത്രമേ ഇസ്രയേലിന് ഈ വിവരം കൈമാറാൻ പറ്റൂ എന്നാണ് ഹമാസിൻ്റെ വിശദീകരണം. ഈ ഒരു വിശദീകരണം തൃപ്തികരമായി ഇസ്രയേൽ കരുതുന്നില്ല. നേരത്തെ തന്നെ ഈ 1-ാം ഘട്ടം ആരംഭിക്കുകയാണെങ്കിൽ തന്നെ 2-ാം ഘട്ട ചർച്ചകൾ 16 ദിവസത്തിനുള്ളിൽ നടക്കുന്നതിൽ ഹമാസ് ഇത്തരം കരാർ ലംഘനങ്ങൾ നടത്തുകയാണെങ്കിൽ 2-ാം ഘട്ടം ഉണ്ടാവില്ലെന്നും കരാർ പരാജയപ്പെടുമെന്നുള്ള മുന്നറിയിപ്പ് നെതന്യാഹു നൽകിയിരുന്നു. ഇങ്ങനെയൊരു പ്രതിസന്ധി നിലനിൽക്കുകയാണ് ഇപ്പോൾ ആദ്യഘട്ടം തന്നെ ഇങ്ങനെ ഒരു തിരിച്ചടി ഏൽക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഈ വലിയൊരു ആശ്വാസ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു അനിശ്ചിതത്വം വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ കരാറിൽ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തതയില്ലാത്തതിനാൽ തന്നെ വെടിനിർത്തൽ ഈ തീരുമാനം ഇനിയും വൈകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ തുടക്കത്തിൽ തന്നെ ഈ വെടിനിർത്തൽ താൽക്കാലികമാണെന്നും ആവശ്യമെങ്കിൽ പോരാട്ടം തുടരുമെന്നടക്കം ബെഞ്ചമിൻ നെതന്യാഹു ഈ പറയുന്നത് പോലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ ബന്ദികളുടെ ലിസ്റ്റ് കൈമാറാത്തതിനാൽ വെടിനിർത്തൽ ഇനിയും വൈകും, അതിലൊരു അനിശ്ചിതത്വം ഉടലെടുക്കുന്നത്. അനുപമ ശ്രീദേവിയാണ് വിശദാംശങ്ങൾ നൽകിയത്.